റണ്ണിങ് ഷൂ വാങ്ങാൻ പ്ലാൻ ഉള്ളവർക്ക് സിമ്പിൾ എന്നാൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഡയറക്റ്റ് ഒരു പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ കളർ വൈസും ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ക്രീൻഷോട്ട് പോലെ തന്നെ അഡാസ് ഡ്യൂറമോ SL എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ചില പ്രൈസസ് ആണ് ഇത്. അതായത് 5000 മുതൽ ഒരു 4000, 3700 ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള പല കളർ വൈസും നിങ്ങൾക്ക് കാണാം. പക്ഷേ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇങ്ങറ്റത്ത് നോക്കുവാണെങ്കിൽ ഒരു ബ്ലാക്ക് കളർവേ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ 3200 ഉള്ളൂ. അപ്പോൾ 5000 രൂപ സ്റ്റാൻഡേർഡ് പ്രൈസ് വരുന്ന ഒരു ഷൂസിന് ചില കളർ വൈസിന് പ്രൈസ് ഡ്രോപ്പ് ആയി 3000 റേഞ്ചിലൊക്കെ അവൈലബിൾ ആയി കാണിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ഷൂ സെർച്ച് ചെയ്ത് പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളർവേ എടുത്തിട്ട് ഡയറക്റ്റ് അതിൻ്റെ പ്രൈസ് മാത്രം നോക്കിയിട്ട് ചെക്കൗട്ടിലോട്ട് പോകും. പക്ഷേ നിങ്ങൾക്ക് കളറിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ പല നല്ല ഷൂസും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. സോ എപ്പോഴും ഒരു ഷൂ വാങ്ങുന്നതിന് മുന്നേ അതിൻ്റെ എല്ലാ കളർ വൈസിൻ്റെയും പ്രൈസ് നോക്കുക. നിങ്ങൾക്കിപ്പോൾ ബഡ്ജറ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല ഷൂസിൻ്റെയും ബഡ്ജറ്റ് ഓപ്ഷൻ ചിലപ്പോൾ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഷൂസ് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കളർവേ ചിലപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആവാം, ചിലപ്പോൾ അഫോർഡബിളും ആവാം. അത് അഡിഡാസിന് മാത്രമായിട്ടുള്ള ഒരു സംഭവമല്ല. ഇപ്പോൾ നിങ്ങൾ ASICസിൻ്റെ വെബ്സൈറ്റിൽ പോകുകയാണെങ്കിലും ജോൾട്ട് 4 സ്ക്രീൻഷോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ സ്ക്രീൻഷോട്ടിൽ 3999 ഷൂ കളർവേ മാറുമ്പോഴത്തേക്ക് 3599 വരുന്നുണ്ട്. സോ ഒരു ഷൂ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കളർ വൈസ് ഉള്ള ഓപ്ഷൻസ് എല്ലാം ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ചിലപ്പോൾ ചീപ്പറായിട്ടുള്ള ഒരു കളർവേ അവൈലബിൾ ആയിരിക്കും.